ഓരോ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കാണുന്ന മറ്റൊരു പ്രതിഭാസമാണ് പാർട്ടി മാറ്റം എന്നുള്ളത്. ഇപ്പം ഇന്ന് തന്നെ നോക്കിക്കഴിഞ്ഞാൽ തൃശ്ശൂർ കോർപ്പറേഷൻ LDF കൗൺസിലർ ആയിട്ടുള്ള ഷീബ ബാബു BJP-യിൽ ചേർന്നു എന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ താങ്കളെ സംബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ 3 പതിറ്റാണ്ടായിട്ട് നമ്മൾ കോൺഗ്രസ് പാർട്ടിയോട് ചേർന്ന് നിൽക്കുകയാണ്, നമ്മൾക്ക് അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് സ്ഥാനമാനങ്ങൾ കിട്ടാതെ വരിക, അല്ലെങ്കിൽ ഉദ്ദേശിച്ച സ്ഥാനങ്ങളിൽ എത്താൻ പറ്റാതിരിക്കുക എന്നൊക്കെ വരുമ്പോൾ കറക്റ്റ് ആ ഒരു ഇലക്ഷൻ സമയത്ത് തന്നെ പാർട്ടി മാറുക എന്നുള്ളൊരു രീതി കാണുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞൊരു ഇന്ന് തന്നെ അതിനൊരു എക്സാമ്പിൾ ഉണ്ടായി. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഇത്രയും കാലം നമ്മൾ ഒറ്റ പാർട്ടിയെ വിശ്വസിച്ച് അതിൽ നമ്മുടെ വിശ്വാസം മുഴുവൻ ആ ഒരു പാർട്ടിക്ക് നൽകി നമ്മൾ അതിനായിട്ട് പ്രവർത്തിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. അപ്പോൾ താങ്കൾ അതിനെ എങ്ങനെ കാണുന്നു, ഈ ഒരു പാർട്ടി മാറ്റത്തെ? സ്വാഭാവികം കഴിഞ്ഞ 10 വർഷക്കാലമായി കോൺഗ്രസ് കോർപ്പറേഷനകത്തായാലും സംസ്ഥാനത്തായാലും കേന്ദ്രത്തിലൊക്കെ തന്നെ പ്രതിപക്ഷ രാഷ്ട്രീയമായി മുന്നോട്ട് പോവുകയാണ്. ഇന്ത്യ രാജ്യത്ത് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, കോൺഗ്രസിനകത്തു നിന്നായാലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായാലും ആളുകൾക്ക് അങ്ങനെ മാറിപ്പോകാൻ യാതൊരു മടിയും കാണുന്നില്ല. ഈ മാറിപ്പോയ ആളുകൾ രാജിവെച്ച് വേറെ പാർട്ടി ടിക്കറ്റിൽ മത്സരിക്കുന്നു, അവരൊക്കെ തന്നെ ജയിച്ചു വരുന്ന കാഴ്ച നമ്മൾ പല സ്ഥലങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇന്നത്തെ ഒരു പ്രധാന പ്രശ്നം, പണ്ട് ഒരു പാർട്ടി മാറുമ്പോൾ ആളുകൾ അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷ ബുദ്ധിമുട്ടോ ഇന്ന് പലരും അനുഭവിക്കുന്നില്ല. ഇതിനൊരു സ്വീകാര്യത ഉണ്ടെന്നൊരു തോന്നൽ ആളുകൾ ഇങ്ങനെ അവരുടെ 5, 10, 20, 30 വർഷമുള്ള ആശയങ്ങൾ മാറ്റിവെച്ച് ഒരു സുപ്രഭാതത്തിൽ മാറിക്കൊണ്ടിരുന്ന കാഴ്ച കാണുകയാണ്. ഇത് മാറുന്നവർ സ്വാഭാവികമായും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ പറയാൻ മാറുന്നവരെക്കൊപ്പം തന്നെ ഈ വോട്ടർമാരും ഇതൊക്കെ ഒന്ന് ചിന്തിക്കാൻ നന്നായിരിക്കും. കാരണം 25 വർഷക്കാലം പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ആശയത്തിന് വേണ്ടി പ്രസംഗിച്ച ആളുകൾ നാളെ വന്ന് യാതൊരു മടിയില്ലാതെ തൊട്ടപ്പുറത്തെ ആശയവും പ്രസംഗിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നുണ്ട്. അത് സ്വയം അവരവർ ചിന്തിക്കട്ടെ, വോട്ടർമാരത് വിലയിരുത്തട്ടെ. ഇത് സ്വാഭാവികമായി ഇന്ന് നമ്മളിപ്പോൾ ഈ കോർപ്പറേഷൻ ഉദാഹരണം പറഞ്ഞു, പക്ഷേ എല്ലാ രംഗത്തും കോൺഗ്രസിന് ആളുകൾ പോകുന്നുണ്ട്, കോൺഗ്രസിലേക്ക് ആളുകൾ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ അത് സ്വാഭാവികമായി നമുക്ക് വലിയ ഒരു ദിവസം ഒരാൾക്കും കോൺഗ്രസിന് വിരോധം ഉണ്ടാവുന്നില്ല, ഒരു ദിവസം ഒരാൾക്ക് കാലത്ത് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിനോട് വലിയ പ്രണയം ഉണ്ടാവുന്നതല്ല. അപ്പോൾ അവരുടെ പല ഇഷ്യൂസ് ഉണ്ടാവും. ആ ഇഷ്യൂസിനകത്ത് പരിഹാരം കാണാൻ സാധിക്കാതെ വരുമ്പോൾ പലപ്പോഴും നല്ല നല്ല മറ്റ് മേച്ചിൽപ്പുറങ്ങൾ കണ്ട് പോകുന്നതാണ്. അത് അവരവർ സ്വയം വിലയിരുത്തേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും അതൊരു ഗുണപരമായ ഒരു കാര്യമല്ല. കാരണം നമുക്ക് തെരഞ്ഞെടുപ്പ് രംഗത്തായാലും രാഷ്ട്രീയ രംഗത്തായാലും പൊതുപ്രവർത്തന രംഗത്തായാലും ഒക്കെ തന്നെ അത് ഏത് രംഗത്തായാലും നമ്മൾ ആഗ്രഹിച്ച പോലെ എല്ലാം നടക്കില്ല. സ്വാഭാവികമായി നമ്മൾ പ്രവർത്തിക്കുക, അതിനനുസരിച്ച് കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വരാം, ചിലപ്പോൾ ഉദ്ദേശിച്ച രീതിയിൽ വരാതിരിക്കാം. പക്ഷേ അത് വരുമ്പോൾ നമ്മളൊക്കെ തന്നെ അപ്പോൾ നമ്മൾ പാർട്ടി വികാരം പറയുകയും എന്തെങ്കിലും വീഴ്ച വന്നു കഴിഞ്ഞാൽ അത് പാർട്ടിയെ കുറ്റം പറയുകയും ചെയ്യുന്ന രീതിയോട് അത് നല്ല കാര്യമല്ല. അത് നമ്മൾ ആ ഒരു 2 സാഹചര്യം ഉൾക്കൊണ്ടുപോകാൻ ഒരു പൊതുപ്രവർത്തകൻ തയ്യാറാവേണ്ടതുണ്ട്.